ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഇന്നതാ നമ്മൾ കുറച്ച് വെജിറ്റബിൾ വാങ്ങിയിട്ടുണ്ട്. കുറച്ച് സാമ്പാറും കുറച്ച് അവിയലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തത്. സാമ്പാർ കൂട്ട് വാങ്ങിയത്. ഇനിയപ്പം കുറച്ച് സാമ്പാറിനും അതിൽ കുറച്ച് ബീൻസും മുരിങ്ങക്കോല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് തോനുണ്ടായിന്. അപ്പോൾ നമുക്കതെടുത്തിട്ട് അവിയലുണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ച് ആക്കിയിട്ടുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും ബാജി കറിയാണ്. അപ്പോൾ അത് തികഞ്ഞിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്ക് തീ കത്തിച്ച് ആക്കണം. അതിന് മുമ്പ് അവിടേക്ക് ക്ലീൻ ചെയ്യാണ്ട് ഇവര് മദ്രസ ഇട്ട് വരുന്നതിന് മുമ്പ് ഇതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ പിന്നെ നമുക്കതൊക്കെ റെഡിയാക്കാതെ ഇതാക്കണമെങ്കിൽ വരുന്നുണ്ട് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് ചായയും കടിയൊക്കെ പത്തിരി തികഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ച് അവിയലുണ്ടാക്കി. ഇവർക്ക് സ്കൂൾക്ക് പോകുമ്പോൾ കൊടുക്കണ്ടേ. അപ്പോൾ അവിയൽ തേങ്ങ ഇട്ട് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അത് അവിയൽ തേങ്ങ പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായി കുഴച്ച് കുറച്ചൊന്ന് നനച്ചിട്ട് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ കഴിച്ചോളൂ. അതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. മൂന്നാളും കൂടെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്കൂൾക്ക് പോകാൻ സമയമായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചാൽ പിന്നെ ഒരു പോയിട്ട് നമുക്ക് കുക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഒരുങ്ങി പോയതിന് ശേഷമാണ് ഞാനിതൊക്കെ സാമ്പാർ ഉണ്ടാക്കാൻ ആദ്യം വെജിറ്റബിൾ കുക്കറിലിട്ട് വെച്ച് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ചൂടാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ വറുത്തിടും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഇട്ടാലൊരു നല്ല കളറും വരും കേട്ടോ സാമ്പാറിന്. അപ്പോൾ അങ്ങനെ വിചാരിച്ച് നമ്മുടെ അടുത്ത് കായം പിന്നെ സാമ്പാർ പൊടി കഴിഞ്ഞിന് അതൊന്നും ഇല്ല. അപ്പം തൽക്കാലം ഇതിനോണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇടുകയാണ്. അപ്പോൾ ഇങ്ങനെ ആക്കിയാൽ നല്ല കളറ് കിട്ടും. അതാണ് മെയിൻ. അപ്പോൾ നമ്മളിങ്ങനെ ആക്കിയിട്ട് അപ്പോൾ അത് മറ്റേ കുക്കറിൽ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് ഇതായിക്ക് മാറ്റാം. നിങ്ങൾ സാമ്പാർ പൊടിയൊന്നും ഇല്ല വിചാരിച്ച് സാമ്പാർ ഉണ്ടാക്കാതെ വെക്കണ്ട. കിട്ടിയ കഷ്ണം കൊണ്ട് സാമ്പാർ ഉണ്ടാക്കിക്കൂടി. ഇതങ്ങനെ ആക്കി ഇട്ടാൽ മതി. ഇതാ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെക്കുക കേട്ടോ. അപ്പോൾ സാമ്പാർ പൊടി ഇല്ലെങ്കിലും നമ്മൾ ബേജാറാവുന്നു വേണ്ട. അങ്ങനെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് അവിയലിനുള്ള ഇത് നമ്മൾ തീ കത്തിച്ചിട്ട് അവിടെ അടുപ്പത്ത് വെക്കാൻ വിചാരിച്ചിട്ടോ. ഇത് ജസ്റ്റ് പകുതി വെന്താൽ മതിയല്ലോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടി റെഡിയാക്കണം. അതാണിത്. അപ്പം ഈ തീ കത്തിക്കാൻ ആദ്യം ഇവിടെ ഇവിടെ അടുത്ത് നിറച്ച് കാടും പുഴയതൊക്കെ ആയതുകൊണ്ട് നല്ല വിറകുണ്ടാവും. അതുകൊണ്ട് തീ കത്തിയിട്ട് നമുക്ക് അത് അടുപ്പത്ത് വെച്ച് അത് പകുതി വേവാകുമ്പോഴത്തേന് നമുക്ക് ചോറ് വെക്കാം. അത് കുറച്ചൊന്ന് തിളച്ചാൽ വേവുമല്ലോ, ചെറിയ പച്ചക്കറികളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വെക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ പോയി സ്കൂൾക്ക് പോയി ഇവരൊക്കെ തിന്നിട്ട് പോയതാണ്. അതെടുത്തേക്കാൻ നേരം കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വന്ന് ഇനി അതൊക്കെ കറിയൊക്കെ വേകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള പണി കഴിക്കാം. അപ്പോൾ ബോട്ട് വരുന്നു കേട്ടോ. മക്കൾ ബോട്ടോ എന്ന് പറഞ്ഞ് വിളിച്ചതാണ്. ഇന്നിപ്പോൾ ശനി ഞായറൊക്കെ ആകുമ്പോൾ കുറേ ദിവസം അങ്ങനെ ബോട്ട് നല്ലോണം പോകും. ശനി ഞായറൊക്കെ ആകുമ്പോൾ ഇന്നിപ്പോൾ അറിയില്ല, പ്രത്യേകത അറിയില്ല. എന്തായാലും ചില ദിവസമൊക്കെ പോകലുണ്ട് ബോട്ട്. പിന്നെ നമുക്ക് അപ്പോഴത്തേനും അവിയൽക്കൽ ഒരു വിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്കുള്ള തേങ്ങ റെഡിയാക്കാം. അവിയൽ മെയിനായിട്ട് തൈര് വെച്ച് തേങ്ങയാണ് വേണ്ടത്. തേങ്ങയും നല്ല ജീരകവും പിന്നെ ചെറുള്ളി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വെള്ളം അധികം ഒഴിക്കരുത്. പച്ചക്കറി നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ. എന്നിട്ട് ഈ തൈര് ഒഴിച്ച് നന്നായിട്ട് കറക്കിയെടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ചൊരു വെള്ളമുണ്ട്, തോനെ വെള്ളമൊന്നുമില്ല. പക്ഷെ നമ്മൾ തേങ്ങ ഒഴിച്ച് ജസ്റ്റ് തിളക്കുമ്പോഴത്തേന് വെള്ളമൊക്കെ വെച്ച് റെഡി ആയിക്കോളും. പിന്നെ അങ്ങോട്ട് ഉലർന്ന് നിന്നാൽ നമുക്ക് കൂട്ടാൻ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ തേങ്ങ ഒഴിച്ചു നന്നായിട്ട് അപ്പോൾ ഇനിയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്.
അതിലേക്ക് ഈ കരിവേപ്പ് കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങനെ മേലേക്ക് ഒഴിക്കുക. നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ആക്കി അവിയലിന്. തൂമ്പിക്കുന്നുണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉറ്റിച്ച് കൊടുത്ത് ഇങ്ങനെ കരിവേപ്പ് അതിൻ്റെ മേലെ വിതറി കൊടുത്ത് നന്നായിട്ട് അടിച്ച് വെച്ചാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ അവിയൽ വെള്ളമൊക്കെ ഫുള്ള് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് ഇറക്കാനായില്ല. അപ്പോൾ നമുക്ക് അരി കഴുകിയിടാം. ഇത് നല്ല മട്ടേരി ആട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ അത് കഴുകി ഇതാക്കാം. കറി ഞാൻ എടുത്തിന്. അപ്പോൾ എനിക്കത് അവിയലും സാമ്പാറും കറിയൊക്കെ